അതായത് ഈശോ മറിയോസെഫ്. ആ സിനിമയ്ക്കാണ് എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടുന്നത്. അതായത് അതിലെയും നമ്മുടെ കൊച്ചി ഭാഷ, അതായത് നിങ്ങൾ അത്രയും കൊച്ചിയല്ല പറയണത്, ഞങ്ങളുടെ വൈദ്യുതികൾ പറയുന്നത് കൊച്ചി ഭാഷ. അതായത് ഞാനിപ്പോൾ പറയുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു വീട്ടിൽ ഒരു മരണം നടക്കുന്ന ഒരു സംഭവം കാണിക്കുന്നു. അതായത് ബന്ധുക്കാര് അങ്ങനെ നമ്മൾ ഒരു അകൽച്ചയുണ്ട് ഈ വീട്ടുകാരായിട്ട്, മകന്റെ ഭാര്യയുടെ വീട്ടുകാരായിട്ട് വീട്ടിൽ അകൽച്ചയിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടുത്തെ അപ്പം മരിക്കുന്നത്. അപ്പം മരിച്ചു കഴിയുമ്പോൾ മരിച്ചതിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വഴക്കാണെങ്കിലും നമ്മൾ മരിച്ചാൽ പോവില്ല, അതങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ മരിച്ചു ചെല്ലുമ്പോൾ എല്ലാ വീട്ടിലും പണ്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആരാണ് എനിക്ക് പരിചയമുള്ള വരുന്നെങ്കിൽ അച്ഛൻ വരണമെങ്കിലും കപ്പേര് വരണമെങ്കിലും ഒക്കെ ഞാൻ ആ പേര് പറഞ്ഞ് കരയുന്ന ഒരു പരിപാടിയുണ്ട്. പണ്ട് അങ്ങനെയായിരുന്നു, അതിനെ പദം പറഞ്ഞ് വരണമെന്നാണ് അന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അതായത് എൻ്റെ കെട്ടിയാൽ, അതായത് അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മരുമോളുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരണം ഒരു സന്ദർഭം. അപ്പൊ മരുമോളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ അപ്പം മരിച്ചിട്ട് പിറ്റേ ദിവസം രാത്രിയായപ്പോൾ മരിച്ച് കരഞ്ഞ് വശക്കേടായി ഇരിക്കുന്ന സമയത്ത് നേരം എടുത്തു കഴിഞ്ഞപ്പോൾ ഈ അയൽവാസികൾ കട്ടൻ ചായ എന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഒരു കട്ടൻ ചായ ഇച്ചിരി കുടിയിടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അങ്ങനെ എന്തല്ല സംഭവമില്ല അല്ലേ? അപ്പൊ അതങ്ങനെ കുടിക്കാനായിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വേറൊരു അയൽവാസം എന്നിട്ടും പറയുന്നത്, ഒരു സമയത്ത് നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കേട്ടോ അത് കേൾക്കാത്ത അപ്പൻ്റെ ബന്ധപ്പെട്ടൊക്കെ കഴിച്ചു. അപ്പ വഴക്കിട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പനെ നമുക്കൊന്നും ഉണ്ടാത്തത് സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അപ്പനീ പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ അപ്പോ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോട്ടെന്നല്ലേ അപ്പം പറഞ്ഞത്. എന്താ പിന്നെ അപ്പാ താറാവ് കറി ഉരുളക്കിഴങ്ങിട്ട് വെക്കടി വെണ്ണമെന്നും പറഞ്ഞ് കുടിക്കാനിരുന്ന ആളല്ലേ എന്താ പൊന്നു. അപ്പോ ഇതാണ് ആ കാര്യം. ഇതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. ആദ്യം കുഴപ്പമില്ല.